ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗവിയിലേക്കാണ് കേട്ടോ പോണത്. നിങ്ങളും കുറേ നാളായിട്ട് ഗവി പ്ലാൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണത് കോതമംഗലം ഡിപ്പോയിൽ നിന്നാണ്. രാത്രി 11 മണിക്ക് എറണാകുളത്ത് നിന്ന് എടുക്കുന്ന കട്ടപ്പന കുമളി KSRTC ബസ് ഉണ്ട്. അത് നമുക്ക് 12:30 ആകുമ്പോഴേക്കും കോതമംഗലം ഡിപ്പോയിൽ വരുമെന്നാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞത്. അതനുസരിച്ച് നമ്മൾ 12:15 ആയപ്പോഴേക്കും ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ 12:40 ആയപ്പോഴേക്കും നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിരുന്നു. എറണാകുളത്ത് നിന്നുള്ള ലാസ്റ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നമ്മുടെ കൂടെ യാത്ര ചെയ്തവരും ഗവിയിലേക്കാണെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മളങ്ങനെ 2:30 ആയപ്പോഴേക്കും കീരിത്തോടെ എത്തിയിരുന്നു. ഇടുക്കി ജില്ലയിലേക്ക് കടന്നു. കോതമംഗലത്ത് നിന്ന് കുമളിയിലേക്ക് ഒരാൾക്ക് 176 രൂപയാണ് കേട്ടോ വരുന്നത്. നമ്മളങ്ങനെ 4:45-5 മണി ആയപ്പോഴേക്കും KSRTC സ്റ്റാൻഡിലെത്തിയിരുന്നു കുമളിയിൽ. നമുക്ക് സീറ്റ് കിട്ടിയില്ല, നല്ല തിരക്കായിരുന്നു. നമ്മളെപ്പോലെ തന്നെ കുറേ സഞ്ചാരികളുണ്ട് പല ഭാഗത്തുനിന്നായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോണറ്റിലിരുന്നാണ് ഈ തവണയും പോകേണ്ടി വന്നത്. കുമളിയിൽ നിന്നും മൂഴിയാർക്കാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ 123 രൂപയാണ്. നമ്മൾ പത്തനംതിട്ടയ്ക്കാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ 208 രൂപയാണ് വരുന്നത്. മൂഴിയാർക്ക് ടിക്കറ്റ് എടുത്താൽ നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന കുമളി ബസ്സിലേക്ക് കയറി തിരിച്ച് കുമളിയിലേക്ക് വരാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തനംതിട്ട ചെന്നിട്ട് അവിടെ നിന്ന് കോതമംഗലം വണ്ടി കിട്ടുന്നതാണ്. പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കുമളി ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടാണ് നമ്മൾ വണ്ടിപ്പെരിയാർ പോയി അവിടെ നിന്നാണ് ഗവിയിലേക്ക് പോകുന്നത്. നിങ്ങൾ പോകുന്നവർ മാക്സിമം കുമളി KSRTC സ്റ്റാൻഡിൽ നിന്ന് തന്നെ ബസ് കയറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല. ഞങ്ങൾ പോയത് വെള്ളിയാഴ്ചയാണ്, എന്നിട്ട് പോലും ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. അവധി ദിവസം അല്ലെങ്കിലും നല്ല തിരക്കാണെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ മുമ്പ് വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാർക്ക് ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ നമ്മുടെ കണ്ടക്ടറായിട്ടും ചോദിക്കും രാവിലത്തെ ഭക്ഷണം വേണമെന്ന്. അപ്പോൾ നിങ്ങൾ വേണമെന്ന് തന്നെ പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ പിന്നെ വേറെ ഫുഡ് കിട്ടണമെങ്കിൽ 11:30 ആവും പത്തനംതിട്ടയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ. നമ്മളിത് പാക്കേജ് എടുത്തല്ല പോകുന്നത്, ഇത് ഓർഡിനറി ബസ്സാണ്, സാധാരണ സർവീസാണ്. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ചിലവൊക്കെ നമ്മൾ തന്നെ മീറ്റ് ചെയ്യേണ്ടതാണ്. അവിടെ എന്താണോ ഉള്ളത് അതാണ് കഴിക്കാൻ പറ്റുള്ളൂ. അവിടെ വേറെ കടയൊന്നുമില്ല. KSEBിയുടെ ഒരു ക്യാൻറ്റീനാണ്. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല സഞ്ചാരികളുടെ തിരക്കൊക്കെ ഉണ്ട്. അയ്യപ്പന്മാരൊക്കെ ഇങ്ങനെ പോകണം നമുക്ക് കാണാം. കൂടാതെ നല്ല മഴയാണ്, എല്ലായിടത്തും വെള്ളക്കെട്ടൊക്കെ ആയി തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് നിന്നാട്ടോ നമ്മൾ ഗവി പത്തനംതിട്ട റോഡിലേക്ക് തിരിയുന്നത്. പെരിയാർ ടൈഗർ റിസർവിലേക്കുള്ള റൂട്ടും ഇത് തന്നെയാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്കാണ് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞത്. നമ്മൾ പോകുന്ന വഴിയെല്ലാം 2 സൈഡും നല്ല തേയിലത്തോട്ടങ്ങളാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കില്ല, വെളിച്ചമില്ലാത്തതുകൊണ്ട് തന്നെ. നമ്മൾ മുമ്പ് പോയ വീഡിയോയും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിയിലൂടെയെല്ലാം ഇതുപോലത്തെ പാലങ്ങളും നദികളൊക്കെ കടന്നു വേണം നമുക്ക് പോകാൻ. നദികളെല്ലാം നല്ല കുത്തിയൊലിച്ചാണ് പോകുന്നത്. നല്ല മഴയാണ് ഇങ്ങോട്ടേക്ക്, ഇതുവരെ പെയ്ത്ത് നിർത്തിയിട്ടില്ല. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മുടെ ഡ്രൈവറായിട്ട് ഇവർക്കുള്ള പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോണത് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മുടെ ഗവി യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഫോറസ്റ്റ് റൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ദൂരമുണ്ട്. നമ്മുടെ കാട്ടിക്കട മാത്രം ഒരു 100 കിലോമീറ്റർ ഉണ്ട്. പോകുന്ന വഴിയിലൂടെ ആന, കരടി, മാൻ, മയിൽ അങ്ങനെ പല സ്ഥാനത്തിനും നമ്മളൊക്കെ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. മഴയായതുകൊണ്ട് തന്നെ കാണാൻ ചാൻസ് ഉണ്ടെന്നും പറയാം, ഇല്ലയെന്നും പറയാം. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് വനത്തിലൂടെ ഇങ്ങനെ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിലൂടെ എല്ലാം കുറേ വളവുകൾ കാണാം. ഓരോ വളവിലും ഇതുപോലെ ഹമ്പുകളും കാണാം. സ്പീഡ് ബ്രേക്കറായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് 1 വേ ആണ്. നമ്മുടെ ഓപ്പോസിറ്റ് വേറെ വണ്ടി വരാൻ യാതൊരു സാധ്യതയുമില്ല. പിന്നെ നമുക്ക് വേറെ ബസ് എന്ന് പറയുന്നത് KSRTC ആണ്. അത് നമ്മൾ 9 മണിയാവും വരുന്നത് കാണാൻ. ഇവിടെ വേറെ എങ്ങനെ വാഹനങ്ങളൊന്നും അനുവദിക്കുന്നതല്ല. നിങ്ങൾ പ്രൈവറ്റ് വാഹനത്തിൽ വരാനാണ് നോക്കുന്നതെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ മേടിച്ച് നമ്മൾ ഒരു ദിവസം 30 വണ്ടിയാണ് കടത്തിവിടുന്നത്. അതനുസരിച്ച് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് വണ്ടി അനുവദിക്കുകയുള്ളൂ. അതും പത്തനംതിട്ടയിൽ നിന്നാണ്. നമ്മളങ്ങനെ കാട്ടിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. ഇവിടേക്ക് ആനേനെ കാണാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. പോകുന്ന വഴിയിലൂടെ എല്ലാം നല്ല കോടയും വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. നമ്മളെ റോഡ് നല്ല അടിപൊളി റബ്ബറൈസ്ഡ് റോഡാണ്. ഏറെക്കുറെ കുറച്ചിടയ്ക്ക് നല്ല ഓഫ് റോഡ് പോലെയുണ്ട്. പോകുന്ന വഴിയിലൂടെ എല്ലാം ഇതുപോലെ ആനയുടെ അടയാളങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളങ്ങനെ 2 സൈഡും ഫുള്ള് വനമാണ്. ഇവിടെയൊക്കെ എന്ത് മൃഗങ്ങളെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും കാണാം. പിന്നെ മഴയായതുകൊണ്ട് തന്നെ ആനയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കയറിപ്പോയിരിക്കാനാണ് സാധ്യത. നമ്മൾ ബസ് വരുന്ന ടൈം ആനയ്ക്ക് അറിയാമെന്നാണ് നമ്മൾ ഡ്രൈവറേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ വരുന്ന ടൈം ആകുമ്പോഴേക്കും മാറി നിൽക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. നമ്മുടെ ഈ റൂട്ട് പോകുമ്പോൾ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഒരു ഗവി വ്യൂ പോയിൻ്റാണ്. നമ്മുടെ ഓർഡിനറി സിനിമയിൽ അവരുടെ ബസ് കേടാകുമ്പോൾ നിർത്തിയിട്ട് നിൽക്കുന്ന ആ സ്പോട്ട് സിനിമയിൽ കാണിക്കുന്നത് അതാണ് കേട്ടോ നമ്മുടെ ഗവി വ്യൂ പോയിൻ്റ്. അതാണ് നമുക്ക് ആദ്യമായിട്ട് കാണാനുള്ളത്. നമ്മുടെ ഈ വ്യൂ പോയിൻ്റ് ആസ്വദിക്കാനായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് അവർ വണ്ടി നിർത്തി തരുന്നതായിരിക്കും. നമുക്ക് കണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നെങ്കിൽ എടുക്കാം. പക്ഷെ നല്ല മഴയായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ എടുക്കാൻ സാധിച്ചില്ല. പുറത്ത് ചെറിയ മഴയായതുകൊണ്ട് തന്നെ നമ്മളൊരു കുടയൊക്കെ ചൂടി
ഫോട്ടോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ നിങ്ങൾ മഴക്കാലത്താണ് വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ ഉപ്പ് കൈ കരുതിക്കോളുക. കാരണം ഇവിടെ നിറച്ച അട്ടയാണ്, ചോര പിടിക്കുന്ന അട്ട. നമ്മുടെ ബസ്സിൽ കുറച്ച് പേരുടെയൊക്കെ കടിച്ചായിരുന്നു, നമ്മളെ കടിച്ചില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ ജയൻ സാറ്. സാർ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ബസ്സിലെ തിരക്കാണ് കേട്ടോ കാണുന്നത്, നല്ല തിരക്കാണ്. നമ്മളൊക്കെ ബോണറ്റിലിരുന്നാണ് പോകുന്നത്, കുറച്ച് പേർക്ക് സീറ്റൊക്കെ ഉള്ളൂ. നമ്മുടെ ഈ ബസ്സിലുള്ളത് മിക്കതും ഈ സഞ്ചാരികളാണ്, ഇവിടുത്തെ ലോക്കൽസ് ഒന്നും കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇനിയും കയറുമെന്ന് പ്രതീക്ഷിക്കാം. പോകുന്ന വഴിയിലൂടെ ഇതെല്ലാം ആന ഇപ്പം പോയിട്ട് വലിച്ചെറിഞ്ഞേക്കുന്ന ചപ്പുചവറുകളാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം, പക്ഷേ മഴയാണ് ഒരു തടസ്സമായിട്ട് കാണുന്നത്. പോകുന്ന വഴിയിലൂടെയല്ല ഇതുപോലത്തെ ഹെയർ പിന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇടുങ്ങിയ വഴിയിലൂടെയാണ് പോകുന്നത്. ഓപ്പോസിറ്റ് വേറെ വണ്ടി വരാൻ യാതൊരു സാധ്യതയില്ല. എല്ലാ വഴിയും റബ്ബറൈസ്ഡ് അല്ല കേട്ടോ. ഈ പോകുന്ന വഴിയൊക്കെ നല്ല ഓഫ് റോഡായിട്ടാണ് ഫീൽ ചെയ്തത്. എല്ലാ കുഴിയും മിസ് ചെയ്യാതെ നമ്മൾ ചാടി. ഈ കട്ടിങ് എല്ലാം കഴിഞ്ഞ് കുറച്ച് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗവി ഡാം എത്താവുന്നതാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഗവി ഡാം. ഈ ഡാമിന് ഷട്ടറില്ല കേട്ടോ. നമ്മുടെ ഈ പോകുന്ന വഴിയിലൂടെ കാണുന്ന ഈ എല്ലാ ഡാമും ശബരിഗിരി ഹൈഡ്രോ പ്രൊജക്റ്റിൻ്റെ കീഴിൽ വന്നേക്കുന്ന ഡാമുകളാണ് കേട്ടോ. ഇപ്പം നിങ്ങളീ കാണുന്ന വിഷ്വൽസ് എല്ലാം നമ്മൾ നേരത്തെ പോയ വീഡിയോയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. നമ്മൾ ഈ തവണ പോയപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഗവിയുടെ പാക്കേജൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ഗവി ടൂറിസം നമുക്ക് ഇവിടെ വന്നും ബുക്ക് ചെയ്യാം, അല്ലാതെ ഓൺലൈനിലായിട്ടും ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗവി ഗവൺമെൻറ് സ്കൂള്. ഇവിടെ കുറച്ച് വില്ലേജസും പിന്നെ കുറച്ച് 2 ഷോപ്സും ഒരു ചെറിയൊരു ബാങ്കും മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിയിലൂടെയെല്ലാം ഇതുപോലെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാവുന്നതാണ്. വളരെ കുറച്ചിടം മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ നമ്മളെത്തുന്നത് ഈ കൊച്ചുപമ്പ ഡാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമുക്ക് വണ്ടി നിർത്തുമൊന്നുമില്ല. ഈ സൈഡിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കൊച്ചുപമ്പ ഡാം. ഷട്ടറുകളുള്ളൊരു ഡാമാണ് കേട്ടോ നമ്മുടെ കൊച്ചുപമ്പ ഡാം. ഇവിടെ നിന്ന് കുറച്ചുകൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കേണ്ട കൊച്ചുപമ്പ KCBയുടെ ക്യാൻറ്റീൻ എത്തുന്നതാണ്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ താഴേക്കാണ് പോകുന്നത്. നമ്മൾ ഏകദേശം 8 മണി 8:30 ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ എത്താവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മുടെ കണ്ടക്ടറെ നേരത്തെ വിളിച്ച് പറഞ്ഞ എണ്ണ അനുസരിച്ചാണ് ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മളെല്ലാവരും മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. നമ്മളങ്ങനെ 8 മണിയായപ്പോഴേക്ക് ഇവിടെ എത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. നമുക്കിന്ന് അപ്പവും മുട്ടക്കറിയാണ് സ്പെഷ്യലായിട്ടുള്ളത്. നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നമ്മൾ കുമളിയിൽ നിന്ന് കയറിയ പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ളത് പിന്നെ ഇവിടെയാണ് കേട്ടോ. കൊച്ചുപമ്പ എത്തണം. അതെത്തുമ്പോഴേക്ക് 8 മണിയാവും. 5:30 കയറി 8 മണിയാകുമ്പോഴാണ് പിന്നെ ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വരയാടിനെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളങ്ങനെ ഗവി ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഗവി ഫോറസ്റ്റ് ഡിവിഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇവിടെയും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ചെക്ക് പോസ്റ്റ് തുറന്നു തരികയുള്ളൂ. നിങ്ങൾ പ്രൈവറ്റ് വാഹനത്തിൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പോൾ മുതൽ കുറേ ചെക്ക് പോസ്റ്റ് ഉണ്ട്. എല്ലാ ചെക്ക് പോസ്റ്റിലും നമ്മൾ ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ചെക്ക് പോസ്റ്റ് കിടക്കണമെന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മാനിനെയും മ്ലാവിനെയും ഒക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പോകുന്ന വഴിയിലൂടെ എല്ലാം ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ പുൽമേടുകളും മറ്റു സൈഡ് ഇങ്ങനെ കാടുമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ പുൽമേട്ടിക്കൂടെയാണ് നമ്മുടെ മാനും മ്ലാവൊക്കെ നടക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ ആനയൊക്കെ കാണാം. ഇപ്പറ സൈഡിൽ നമുക്ക് സിംഹവാലൻ കുരങ്ങിനെയും കരിങ്കുരങ്ങിനെയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പല വന്യജീവി മൃഗങ്ങളൊക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ സാധിച്ച ഒരു കാഴ്ചയാണ് കേട്ടോ. 2 മാന അവിടെ നിൽക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മാനിനെ കാണാം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ മാനിനെ അടുത്തായിട്ട് നിന്ന് കാണാം. നല്ല ദൂരെയാണ് നിൽക്കുന്നത്. പോകുന്ന വഴിയിലൂടെ നമുക്ക് കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ അരുവികളെല്ലാം നല്ല നിറഞ്ഞൊഴുകുകയാണ്. പിന്നീടായിട്ട് നമുക്ക് കാണാനുള്ളതാണ് ആനത്തോട് ഡാം. ഇതും നമ്മുടെ ശബരിഗിരി ഹൈഡ്രോ പ്രൊജക്റ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. നമ്മുടെ ഗവി യാത്രയിൽ നമുക്ക് മൊത്തം 5 ഡാമാണ് കേട്ടോ കവർ ചെയ്യാനുള്ളത്. അതിനകത്ത് നമുക്ക് കൊച്ചുപമ്പയുണ്ട്, ഗവിയുണ്ട്, കക്കി ഡാമുണ്ട്, മൂഴിയാർ ഡാമുണ്ട്, പിന്നെ ആനത്തോട് ഡാമും. മഴയായതുകൊണ്ട് തന്നെ ഡാമെല്ലാം നല്ല നിറഞ്ഞാണ് ഇരിക്കുന്നത്. പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ പോലീസിൻ്റെ ക്വാർട്ടേഴ്സും കാണാവുന്നതാണ്. നമ്മൾ പ്രൈവറ്റ് വാഹനത്തിൽ വരുന്നെങ്കിൽ എല്ലായിടത്തും എൻട്രി ഫീസൊക്കെ ഉള്ളതാണ്. 2 വീലർ ഒന്നും നമ്മുടെ ഗവി യാത്രയിൽ അലൗഡ് അല്ല, ഓൺലി. പിന്നീട് നമുക്ക് കാണേണ്ട മറ്റൊരു ഡാമാണ് നമ്മുടെ കക്കി ഡാം. ഈ ഡാമിൻ്റെ പരിസരത്തായിട്ട് നമുക്ക് മയിലിനെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഈ ഡാമിന് നമുക്ക് ഷട്ടറുകളില്ല കേട്ടോ. കക്കി ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇടുക്കി അണക്കെട്ടൊക്കെ പോലെ ഇരിക്കും, ആർച്ച് ഡാമൊക്കെ പോലെ. ഒരു സൈഡിൽ ഫുള്ളിങ്ങനെ വെള്ളം റിസർവ് ചെയ്ത് നിർത്തിയേക്കാണ്, മറ്റേ സൈഡ് മൊത്തം ഇങ്ങനെ കൊക്ക പോലെയാണ്. ഷട്ടറുകളില്ല കേട്ടോ ഈ ഡാമിന്. നമ്മൾ കക്കി ഡാമിലെ കാഴ്ചകളെല്ലാം കണ്ട് മൂഴിയാർക്ക് പോകാൻ നേരത്താണ് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നുള്ള ആദ്യത്തെ KSRTC ഇവിടെ എത്തിയത്. നമുക്ക് വേണമെങ്കിൽ ഈ ബസ്സിൽ കയറി കുമളിയിലേക്ക് പോകാവുന്നതാണ്. അതല്ലെങ്കിൽ മറ്റൊരു ബസ് കൂടി വരുന്നതായിരിക്കും പത്തനംതിട്ടയിൽ നിന്നും. നമ്മളങ്ങനെ ഈ ബസ്സിൽ കയറി തിരിച്ചു പോകാനെന്ന് തീരുമാനിച്ചു. നിങ്ങൾ പത്തനംതിട്ടയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആ വീഡിയോയിൽ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്.
ഇവിടെ നിന്ന് 95 രൂപയാണ് കേട്ടോ ഒരാൾക്ക് കുമളിയിലേക്ക് വരുന്നത്. നമ്മുടെ യാത്ര സഞ്ചാരികളായിട്ട് കുറച്ച് അയ്യപ്പന്മാരുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന സഞ്ചാരികളുണ്ട്, കുറച്ച് ലോക്കൽസും ഉണ്ട്. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കുറേ മയിലുകൾ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇരിക്കുന്നത് കാണാം. നല്ല കളറുള്ള മയിലുണ്ട്, കളർ കുറഞ്ഞ മയിലുണ്ട്, ആൺമയിലുണ്ട്, പെൺമയിലുണ്ട്, എല്ലാ ടൈപ്പ് മയിലും ഉണ്ട്. നമുക്ക് പീലിയുള്ള മയിലിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ താഴെ ഇരിക്കുന്ന ഒരു മയിലിനെ പിടിച്ച് നമ്മളങ്ങനെ കുമളിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയപ്പോഴേക്കും നല്ല തിരക്കായി തുടങ്ങിയിരുന്നു. അവിടുത്തെ ലോക്കൽസൊക്കെ കയറിയപ്പോഴേക്കും സീറ്റ് ഫുള്ളായി. നമുക്കങ്ങനെ എണീറ്റ് കൊടുക്കേണ്ടി വന്നു. നമ്മളങ്ങനെ നേരത്തെ കണ്ട ഗവി വ്യൂ പോയിൻ്റ് എത്തിയപ്പോഴേക്ക് ഇതുപോലെ ആനക്കൂട്ടങ്ങളെ കാണാം കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് ആനക്കൂട്ടങ്ങളെല്ലാം മലയുടെ മേളിൽ കാണാവുന്നതാണ്. നമ്മളങ്ങനെ ഒരു വിധത്തിൽ പെരിയ ടൈഗർ റിസർവിൻ്റെ അവിടെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ സൈഡിലെ തേയിലത്തോട്ടങ്ങളാണ്, അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചില്ല. നമ്മളങ്ങനെ തിരിച്ച് കുമളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കിവിടെ പോകേണ്ട വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. എറണാകുളം വണ്ടിയാണ്, കൊച്ചിൻ എന്ന് പറഞ്ഞ ഒരു ബസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിനി കാണാൻ പോകുന്നത് ഈ കാണുന്ന കേട്ടോ മൂഴിയാർ ഡാം. മൂഴിയാർ ഡാമിൽ കൂടെ കടന്നാണ് നമ്മളിനി അങ്ങാമൂഴി ചെക്ക് പോസ്റ്റ് എത്തണം. അതാണ് നമ്മുടെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ്. അവിടെ മുതൽ നമ്മൾ പിന്നെ പോണത് പത്തനംതിട്ട ഡിപ്പോയിലേക്കാണ്. അപ്പോൾ നമ്മളിനി പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിലൂടെ ഇതുപോലെ ഇല്ലിക്കാടുകളാണ്. ഇല്ലിക്കാട്ടിലൊക്കെ ആന ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ് കേട്ടോ. ഇവിടെ മുതൽ നമുക്ക് പ്രൈവറ്റ് വാഹനങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളങ്ങനെ ഈ കാണുന്ന അങ്ങാമൂഴി ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പിന്നെ വില്ലേജുകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ യാത്രയിൽ നമ്മൾ കാണാത്ത പല കാഴ്ചകളുമുണ്ട്. ഇവിടെ ആദിവാസികളല്ലാതെ അതിലും കാട്ടിൽ മാത്രം വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞത്. അവർക്കുള്ള ഭക്ഷണമൊക്കെ ഇടയ്ക്ക് ഡ്രൈവറേട്ടൻ കൊടുക്കാറുണ്ട്. നമ്മളങ്ങനെ 9:30 ആയപ്പോഴേക്കും പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരു ബസ് കാണാനായിട്ട് ഇടയായി കേട്ടോ. സൈഡ് കൊടുക്കാൻ വഴിയില്ല, എന്നിട്ട് നമ്മൾ കഷ്ടി സൈഡൊക്കെ കൊടുത്ത് പോയി. പോകുന്ന വഴിയിലൂടെ ഇതുപോലെയെല്ലാം പിൻ സ്റ്റോക്ക് പൈപ്പുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷനോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു സ്ഥലവുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.